guys, welcome back to my YouTube channel. So, നമ്മൾ ചായ പിടിക്കാൻ പോവാട്ടോ. കുറെ ആൾക്കാരുണ്ട്. മീനാക്ഷി ഉണ്ട്, അഫ്രി ഉണ്ട്, ആഷ്ന. അയ്യോ, അമീന. അവന്റെ പേര് ആസിഫ്. എല്ലാരും ഉണ്ട്. അയ്യോ, ഇരുട്ടാ. ലൈറ്റ് ഓൺ ചെയ്യാം. അതിന് വേണ്ടിട്ട് കൂടെ കൊണ്ടുവന്നൊക്കെ. അതെ, പട്ടിനെ കാണാനായിട്ട്. ചായ കുടിക്കാൻ പോവാ. അടിപൊളി. അയ്യോ, വീട്ടിൽ നിന്ന് ഉമ്മേനെ വഴക്ക് പറഞ്ഞു ഗൈസ്. എന്നിട്ട് അതൊന്ന് വകവയ്ക്കാണ്ട് ഇറങ്ങി വന്നതാണ് ഞാൻ. രാത്രി 12 മണിക്കാണ് ചായ കുടിക്കാൻ പോണെന്ന് ആലോചിക്കണം. ആൺതുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ കൊച്ചിറങ്ങിനെ വിളിച്ചോണ്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. പറ. അതിലും വരുമ്പോ പേടിയായിരിക്കട്ടെ. പട്ടി നിങ്ങൾ ഫസ്റ്റ് ടൈം വെക്കുന്നത് ഓടണ ആളെ പിടിച്ചിട്ട് കടിക്കും. ചായ ഉണ്ടാക്കി തരാന്നാ? വേണ്ട, രാവിലെ കുടിച്ചതാ ഞങ്ങള്. അന്നത്തോടെ ദിവസം പോയി. ആശയുടെ ചായനെ പറ്റി പറയാം ഗൈസ്. ഒരു ദിവസം ഞാൻ ഇതേപോലെ വന്നപ്പോ ആശയുടെ വാപ്പിങ്ങനെ ആശി ചായ ഇടൂ, ആശി ചായ ഇടൂ. അങ്ങനെ ആശ ചായ ഇട്ടു ഗൈസ്. ആക്ച്വലി ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും കൊടുക്കാനുള്ള അത്രയും ചായ ഉണ്ടായിരുന്നു അതിനകത്ത്. ഒരു ഗ്ലാസ് പാലും 10 ഗ്ലാസ് വെള്ളം. എനിക്ക് എന്തായിരുന്നു അത്? കാപ്പിയായിരുന്നു. വെള്ളം പോലായിരുന്നു. നമ്മളിങ്ങനെ കിണിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ പട്ടിയൊക്കെ കുരയ്ക്കുന്നുണ്ട്. ഉള്ളിലൊരു ചെറിയ ഭയമുണ്ട്. എൻ്റെ ആ പട്ടിനെ കാണിച്ചു തരാം. പിന്നെ നാട്ടിലെ പട്ടിയാണ്. നേരെ നോക്കിയിടുന്നു. അല്ലോ, അതാണ് പട്ടി. കെട്ടിട്ടുണ്ടോ അറിയോ? പട്ടീനെ കെട്ടിടാത്ത ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നോ? കാണാൻ പാടില്ല. ഇച്ചിരി ആ ചെക്കനെ കൊണ്ടു നന്നായി. അവൾക്കൊരു കമ്പനിയായി. അവള് രണ്ടുപേരും പാവം. ഞങ്ങൾ 4 പേരും ഒരു കൊച്ച്. എന്താ ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് വന്ന് അങ്ങനത്തെ ഒരു കൊച്ചാണ്. പഠിക്കേണ്ട ആവശ്യം. എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് പറഞ്ഞു കൊടുക്കും. വീട്ടിൽ തന്നെ ഇരിക്കുന്നു. എന്താണ് കഷ്ടപ്പാട്. അല്ല, അതിനൊരു ഇതുണ്ട്. അതിലൊരു ഗുഡൻസ് ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാരെ കൊണ്ട് വേണം സബ്സ്ക്രൈബ് ആക്കാൻ. പേടിക്കണ്ട കേട്ടോ. എടാ, ഞാൻ തരാടാ. ഒത്തിരി ഉണ്ട്. ഇന്ന് തീർന്നിട്ടേ ഇല്ല. എനിക്ക് വേണം. എന്റെ ഫോൺ എടുത്തില്ലേ? നിന്റെ ഫോൺ എന്റെ കയ്യിലല്ലേ? ഉമ്മിയുടെ കൊടുത്താ? ഇല്ല, എന്റെ അഭിനയം കണ്ടോ? എല്ലാരും വിശ്വസിച്ചില്ലേ? ഉമ്മി ശരിയല്ലോ. ഈ സമയത്തായി. അപ്പൊ ഞാന് 11 മണിയായെങ്കിൽ 10:45 എന്ന് പറഞ്ഞപ്പോ ഉമ്മി ശരിയല്ലാട്ടോ ഇതൊന്നും ശരിയല്ലാട്ടോ. ഞാൻ പറഞ്ഞില്ല 10 മണി കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ വാതിലെ റോഡ് കണ്ടിട്ടില്ല. ആശന അങ്ങനെ ആയിരിക്കും. പക്ഷെ അപ്പുറത്തല്ലേ ആശാക്ക് ഞങ്ങ വന്നോണ്ടാന്ന് എനിക്ക് അപ്പുറത്തല്ല. മീനാക്ഷി അതെന്റെ ഫ്രണ്ട്സ് വീട്ടിൽ നിന്ന് വിടാൻ ചിലപ്പോ സൗണ്ട് പൊല്യൂഷൻ. ആശായെ പോലെ ഒരു മീനാക്ഷി വരൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സുന്ദരിയാ അല്ലേ? കാണിക്കാലോ ഗൈസ്. മീനാക്ഷി സുന്ദരിയാണോ അല്ലേ? കമന്റ് അപ്പൊ അല്ലാതെ പോളിട്ടത് പോളല്ല. ഇഷ്ടാവുന്നവർ എന്ന് പറയൂ. അതെ. തിരുപ്പതി ഞങ്ങൾ 9:30 വരെ പുറത്തിറങ്ങി. ശരി, 10 മണി വരെ പോയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, പൂനെ ഗേൾസ്. എക്സ്ക്യൂസ് മീ ഗേൾസ്. പക്ഷെ ഒരു അണ്ണാച്ചി സ്ഥലമായിരുന്നു ഗേൾസ്. തെലുങ്ക് അവര് നമ്മളെ കണ്ടിട്ട് പേടിക്കും. അവിടെ ഒരു ടീം, നമ്മളൊരു ടീം. എടിപ്പോ 5-ാം മതിലല്ലേ മറ്റേ സാധനം ആ വാൻ വന്നിട്ട് നമ്മളെ പിടിച്ചോണ്ട്.
ഉണ്ട് ഇങ്ങനെ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകുന്നൊക്കെ. എടി പക്ഷെ അതല്ല ഈ ട്രാവലറിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നോസിയ ദേദികൾക്കും വരും കേട്ടോ. അത് അടച്ചിട്ടതില്ല പക്ഷെ ഭയങ്കര അതെ ഓരോ ജല്ലയുടെ അവിടെ വണ്ടി പക്ഷേ ഞാൻ വലിയ കാര്യത്തില്ല തമാശക്ക് പറഞ്ഞായിരുന്നു. പക്ഷെ എല്ലാരും ചിരിച്ച് ഇനി പറഞ്ഞ കോമഡി ചിരിച്ച് ചിരിച്ച് ശ്വാസം മുട്ടണ ഗൈസ്. ഇപ്പൊ ചാവും ഞാൻ. നമ്മുടെ ചായക്കട എത്തി ഗൈസ്. ചാലക്കുടി എത്തി. ഞാൻ ചാലക്കുടി എത്തി. എടി ചായക്കടയുടെ ചായക്കട കേട്ടോ. നമ്മൾ ചായ ഉണ്ടാക്കി സെൽഫ് സർവീസ് ആണോ? എടി ഭയങ്കര യൂട്യൂബറിനെ പോലൊക്കെ കാണിക്കട്ടോ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഓ സീന്. സ്പോൺസർ ആഷ്ന ഫാത്തിമ. ബൂസ്റ്റ് എനിക്ക് ബൂസ്റ്റ് മതി. ബൂസ്റ്റ് ഉണ്ടോ? ഇതാ കുഴപ്പം. എടാ എന്ത് വേണ്ടേ? ബൂസ്റ്റ് ഉണ്ടോ? ചായടോ. എനിക്ക് ബൂസ്റ്റ്. നിനക്ക് ബൂസ്റ്റ് ആണോ? ബൂസ്റ്റ് നിനക്ക് എന്താണ്ട്? അല്ല എടി മൈൻഡ് ആണില്ല. ആൺസിബ് ഒരേ ഒരു ആൺതൂണ് ചമ്മലുള്ളതുകൊണ്ട് ഇങ്ങനെ മിണ്ടാണ്ട് ഇൻവെർട്ടർ അടിച്ച് നിൽക്കണം. ഗേൾഫ്രണ്ടിനെ വിളിക്കണോ? ഗേൾഫ്രണ്ടിൽ മുട്ടയുണ്ട് ഗൈസ്. എന്താ വേണ്ട മീനാക്ഷി? 10 രൂപ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. എന്തായാലും ഷെയർ ഇടാം. എൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ പുറത്ത് ചായ അതോടെ ഞാൻ മീനാക്ഷിനെ പൊക്കി ഇതിൽ മേടിച്ചു. അല്ല ഇവളെ ഇവിടെ ഇട്ടാന്ന് കാണിച്ച ഹാപ്പി അല്ലേ? ഹാപ്പിനെസ് ഫ്രം ഹേർട്ട് അറ്റ് 4ാമത്തെ ചേമ്പർ. പിന്നെന്തുണ്ട്? ഇത് സ്ഥിരം ആശാരുടെ സ്വഭാവം. നമ്മൾ സാധനം ഓർഡർ ചെയ്യുമ്പോൾ ഇമാതിരി ബൂസ്റ്റ് വന്നു ഗൈസ്. ഞാൻ എടുത്തു കേട്ടോ. ഞാനും വന്നിരിക്കണേ. നമ്മൾ എന്താ അല്ല ഇവള് പറയും ചട്ടിപ്പത്തിരി കിട്ടി ഗൈസ്. ഞാൻ ഹോർലിക്സിന്റെ കൂടെ ചട്ടിപ്പത്തിരി കഴിക്കാൻ പോകണം. ഞാൻ ചായ അല്ലടിയോ അത് ബൂസ്റ്റാ. ആപ്പി ബൂസ്റ്റാണോ? ഈ ഫോൺ എടുത്ത് അയ്യോ ഹോർലിക്സ് കുടിച്ചാൽ പറയാനില്ല. മീനാക്ഷിക്കൊന്നും പറയില്ലാതെ ഓ സ്പോൺസർ പ്രൗഡല്ലേ? പറഞ്ഞതേ ഉള്ളത്. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു. നമ്മൾ അടുത്തത് ഇനി എങ്ങോട്ടാണ് എന്നാ പോകുന്നത്? പറയോ ഫ്രീ. നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ നേരെ പോകുന്നത് നേരെ പോകുന്നത് NH-ലോട്ടാണ് ഗൈസ്. നേരെ പോകുന്നത് NH അല്ല, നമ്മൾ നിൽക്കുന്ന NH. അതായത് ആക്ച്വലി ആശാടെ എൻ്റെ വീട് NH-ന്റെ തൊട്ടിപ്പുറത്താ. ബട്ട് മീനാക്ഷിയുടെ അന്നയുടെ വീട് കുഗ്രാമത്തിലാണ് ഗൈസ്. കുഗ്രാമമേ എന്ത് കണ്ടപ്പോഴാണ് ആശാടെ വാപ്പി ഇവിടെയാണ് വർക്ക് ചെയ്യണേ. അല്ല ആശാടെ വാപ്പി ഇവിടെ ഇവിടെ.
പോടി ഓണർ വല്ലവരും എൻ്റെ കൂടെ വന്ന ആൺതടിയും പെൺതടിയും ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട്. അവരെനിക്ക് കാണാൻ കൂടി പറ്റുന്നില്ല ഗൈസ്. ഇങ്ങനെ പുറകെ നടക്കുന്നു വരുന്നുണ്ട്. പേടിയാണ് ഗൈസ്. വീട്ടിൽ ഉമ്മി ബുദ്ധിമുട്ടാകും. കണ്ടോ ഈ അന്ന ഒരു പട്ടിയ നിന്റെ യൂട്യൂബ് പട്ടി ഇവളൊരു 16 ചെറ്റാണ് ഗൈസ്. അത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വളർന്നു വരുന്ന യൂട്യൂബർ അല്ല. അപ്പൊ കുറച്ച് മിനിറ്റിന്റെ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് വ്യൂവേഴ്സ് ഉണ്ടാവില്ല. കുറെ അരമണിക്കൂറിലേക്ക് ഇട്ടാം. അഫ്രീയുടെ ഉമ്മ വിളിച്ച് അഫ്രീയുടെ ഉമ്മ എന്തിനെ വിളിച്ചേ? എൻ്റെ ഉമ്മയെ വിളിച്ചിട്ട് പറയാ ഹലോ വരുന്നില്ല രാത്രിയാണ് ഗൈസ്. ഇപ്പോൾ ഓൾറെഡി 12 മണി ആവുന്നുണ്ട് ഗൈസ്. എനിക്ക് കാണാം ഇവിടെ നല്ല കൂരിട്ടാണ്. നല്ല നല്ല ഇരുട്ടുണ്ട് ഇവിടെ. അപ്പോഴാണ് ഉമ്മീനെ വിളിച്ചിട്ട് പറയുന്നത് അതന്നെ ഇങ്ങോട്ട് വർക്ക് ചെയ്ത് അന്നെ ഇങ്ങോട്ട് വാന രാത്രിയായി. മൻസൂർ ബ്രദറിന് മതി. കണ്ണീര് അടച്ചുകൊണ്ട് പറ. അല്ല മൻസൂർ ബ്രദർ വളരെ നല്ലൊരു ബ്രദറാണ്. അത് ഞാൻ പറഞ്ഞോട്ടെ മനസ്സ് ആരാന്ന്. അല്ല വേണ്ട കാഴ്ച അങ്ങനെ ചായ ഒക്കെ കുടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ടല്ലേ വന്നത്? അല്ല ഇങ്ങോട്ട് വന്ന ടിക്കറ്റ് ഞാൻ എടുത്തായിരുന്നു. തിരിച്ചു പോകുന്ന ടിക്കറ്റ് ഞാൻ എടുത്തു തരായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് നീ അതെനിക്ക് ജീപ്പ് ചെയ്ത് തന്നാ മതി. ആദ്യം പറയാം. യൂട്യൂബിനൊരു കൺക്ലൂഷൻ കൊടുക്കും. ഓക്കെ ബൈ ഗുഡ് നൈറ്റ്. അപ്പൊ ഇയാൾ എന്റെ ഫ്രണ്ടിക്ക് എന്ത് കൺക്ലൂഷൻ അങ്ങോട്ട് മാറി. എന്തൊരു കഷ്ടം. നാളെ വേറെ വ്ളോഗുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. അതുമായിട്ട് വേറെ വ്ളോഗുണ്ട് ഗ്രാജുവേഷന്റെ. അതിന് വേറൊരു വ്ളോഗുണ്ട്. ഒന്ന് കൺക്ലൂഷൻ കൊടുത്തിട്ട് വ്ളോഗുണ്ട്. റിസൾട്ട്. അപ്പൊ ഓക്കെ കണ്ടതിൽ സന്തോഷമുണ്ട്. അതെ അന്ന നമ്മുടെ നാട്ടിൽ വന്നതിൽ സന്തോഷം. പക്ഷെ എന്റെ വീട്ടിൽ വന്നില്ല. അതിൽ എനിക്കൊരു ചെറിയ ഇല്ല സന്തോഷം തന്നെ ഞാൻ പറയുന്നു. അപ്പൊ ഇവര് ഐഷയുടെ പെണ്ണിനെ വിളിക്ക് പോയി ഗൈസ്. ഓക്കെ ബൈ. ഓക്കെ ബൈ.